ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലാക്ക് ക്ലോവർ എന്ന ജാപ്പനീസ് അനിമി ടി വി സീരീസിന്റെ സീസൺ 2 ഒന്നാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ സീസണിന്റെ ലാസ്റ്റ് എപ്പിസോഡിന്റെ ഒരു റീക്യാപ്പ് ആണ് ഈ എപ്പിസോഡ് എങ്കിലും കുറച്ച് പ്രധാനപ്പെട്ട സീൻസ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ സമയങ്ങളാണ് നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഒരു രാക്ഷസനായിട്ടുള്ള ഡീമൺ എല്ലാം ഇല്ലാതാക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ ഡീമനെ കണ്ട് എല്ലാവരും പേടിച്ച് പിന്മാറി. എന്നാ ആ സമയത്ത് ഒരേ ഒരാൾ മാത്രമാണ് ധൈര്യത്തോടെ മുന്നോട്ട് വന്നത്. തന്റെ പവർഫുൾ ആയിട്ടുള്ള മാജിക് പവർ ഉപയോഗിച്ച് അവർ ആ ഡീമണെയും ഇല്ലാതാക്കി. പിന്നീട് അവരുടെ കഥയും ആ കഥാപാത്രവും ഒരു ലെജൻഡ് ആയിട്ട് മാറി. പ്രശ്നങ്ങളെല്ലാം തീർന്നെന്ന് കരുതി സമാധാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഡയമണ്ട് കിങ്ഡത്തിലെ പ്രധാനപ്പെട്ട 8 മേജേഴ്സ് ക്ലോവർ കിങ്ഡത്തിലെ കൈറ്റൻ എന്ന വില്ലേജ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. ക്ലോവർ കിങ്ഡത്തെ മുഴുവനായിട്ട് ഇല്ലാതാക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ വന്ന അവരെ ഇല്ലാതാക്കാൻ മാജിക് നൈറ്റ് ഗോൾഡൻ ഡൗൺ മെമ്പേഴ്സ് അങ്ങോട്ട് വന്നു. ഡയമണ്ട് കിങ്ഡത്തിലെ മേജേഴ്സിനെ അടിച്ച് പപ്പടമായിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡൻ ഡൗണിലെ ഓരോരുത്തരും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2 കൈകൾ ഒടിഞ്ഞ് അവിടെ നിൽക്കുന്ന ആസ്തയെ യൂനോ കാണുന്നത്. എനിക്ക് ഉറപ്പാണ് മുൻപത്തേതിനേക്കാൾ നീ ഒരുപാടധികം സ്ട്രോങ് ആയിട്ടുണ്ട് ആസ്ത എന്ന് യൂനോ അവനോട് പറയുന്നു. നിന്നെ കാണുമ്പോഴും എനിക്ക് അത് തന്നെയാ തോന്നുന്നേ യൂനോ, പക്ഷെ തീർച്ചയായിട്ടും ഞാൻ നിന്നെ തോൽപ്പിക്കും എന്ന് ആസ്ത അവനോട് പറയുന്നു. അതുപോട്ടെ, നിന്റെ കൈക്ക് എന്ത് പറ്റി, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ് യൂനോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ് എന്നും പറഞ്ഞ് കൈ പൊക്കി കാണിച്ചു കൊടുക്കുകയാണ് ആസ്ത. ആസ്തയായിട്ട് യൂനോ ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നത് കണ്ട് ബെല്ലിന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഹേയ് യൂനോ, നമ്മൾ ഇതിനു മുൻപ് കണ്ടതിനേക്കാൾ നീ കുറച്ചധികം ഹൈറ്റ് കൂടിയെന്ന് തോന്നുന്നു. ഇല്ല, നീ എന്നെക്കാൾ വലുതാവാനായിട്ടില്ല എന്ന് പറഞ്ഞ ആസ്ത അവന് മുമ്പിൽ പോയി നിൽക്കുന്നു. ആര് പറഞ്ഞു, നീ അന്നും ഇന്നും ചെറിയ കുട്ടിയാണ് ആസ്ത എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുവാണ് യൂനോ. ഹേയ് യൂനോ, മര്യാദയ്ക്ക് ഇവൻ ആരാണെന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ബെല്ല് അവനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിന്റെ മുഖത്തതാ ഒരു പ്രാണിയുടെ അത്രയും വലിപ്പമുള്ള ഒരു വിചിത്ര ജീവി ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആസ്ത അവളെ നോക്കി നിൽക്കുന്ന സമയത്താണ് ആസ്തയ്ക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. യൂനോയുടെ മുഖത്തിരിക്കുന്ന ആ പ്രാണികാരനാണ് ഇവൻ ഇത്ര അധികം പവർഫുൾ ആയത്. ആക്ച്വലി അത് വളരെയധികം പവർഫുൾ ആണല്ലേ എന്ന് ചിന്തയ്ക്കാണ് ആസ്ത. ഹേയ് യൂനോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അതാരാണെന്ന് പറയുന്നതായിരിക്കും നിനക്ക് നല്ലത്. അവൻ എന്റെ ഫ്രണ്ടാണ്. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. കളിക്കുന്നതും പഠിക്കുന്നതും എല്ലാം ഒരുമിച്ചായിരുന്നു എന്ന് യൂനോ അവളോട് പറയുന്നു. എന്ത്, നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടോ? ഇങ്ങനെ ഒരു ഫ്രണ്ടുള്ള കാര്യം നീ എന്നോട് പറഞ്ഞേ ഇല്ലല്ലോ. അത് മാത്രമല്ല, കഴിക്കുന്നത് ഉറങ്ങുന്നത് എന്തിന് കുളിക്കുന്നത് വരെ ഒരുമിച്ചായിരുന്നു എന്ന് ആസ്തയും പറയുന്നു. ഇതുകൂടി കേട്ടപ്പോ ബെല്ലാകെ അങ്ങ് ഇല്ലാണ്ടാവുകയാണ്. അപ്പോഴാണ് ഒന്നും അറിയാത്തതുപോലെ അവന് മുൻപിലൂടെ ചാർമിൻ നടക്കുന്നത്. എന്നെ മനസ്സിലായോ? നമ്മൾ അവസാനമായി കണ്ട സമയത്ത് ഫെയറി ടെയിലിലെ ഒരു പ്രിൻസിനെ പോലെ എന്റെ ലഞ്ച് നീ സേവ് ചെയ്തെന്ന് നിനക്ക് ഓർമ്മയില്ലേ? അന്ന് എനിക്ക് ശരിക്കും ഒരു നന്ദി പോലും പറയാൻ പറ്റിയില്ല. താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് ചാർമിൻ അവൻ ഒരു കേക്ക് കൊടുക്കുന്നു. ഇവളെന്തിനാ ഇപ്പോ യൂനോയോട് സംസാരിക്കുന്നത്? എന്തായാലും എന്റെ അത്രയൊന്നും ഭംഗിയില്ല അവൾക്ക് എന്ന് ചിന്തിച്ച് ബെല്ല അവളെ തന്നെ നോക്കുന്നു. ബൈ ദ വൈ, അന്ന് നിന്റെ മേളിൽ കിടന്നതിന് എന്നോട് നീ ക്ഷമിക്കണം എന്ന് യൂനോ ചാർമിനോട് പറയുന്നു. എന്ത്, കിടന്നെന്നോ എന്നും പറഞ്ഞ് വായം പൊളിച്ച് നോക്കി നിൽക്കുവാണ് ബെൽ. അതൊന്നും കുഴപ്പമില്ല, നീ വേണോന്ന് വെച്ച് ചെയ്തതല്ലോ, ഇനിയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് യൂനോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ചാർമിൻ. ഇങ്ങോട്ട് വാടി, കുട്ടികളൊന്നും എന്റെ യൂനോയെ അങ്ങനെ വളക്കണ്ട എന്ന് പറഞ്ഞ് ബെൽ അവളുടെ മിടിയിൽ പിടിച്ച് വലിക്കുന്നു. ഇതെന്താ ഇവിടെ ഒരു പ്രാണി? ഇതിനെ വറുത്ത് കഴിച്ചാ നല്ല രസമായിരിക്കുമല്ലേ? ചാർമിൻ, നീ എന്താ ഈ പറയുന്നേ? അതൊരു വിൻഡ് സ്പിരിറ്റാ. അങ്ങനെ യൂനോയുടെ പേരും പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ അടികൂടി കൊണ്ട് നിൽക്കുവാണ്. ഇതേ സമയമാണ് എന്താ പ്രശ്നമെന്ന് അറിയാൻ ഫിൻഡ്രൽ അങ്ങോട്ട് വരുന്നത്. ഫിൻഡ്രലിനെ കണ്ട് യൂനോക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ ഫിൻഡ്രൽ ബ്ലാക്ക് ബുള്ളിലെ സീനിയർ മെമ്പർ ആണ്. നീ ഇതിനു മുൻപ് ഇവനെ കണ്ടിട്ടില്ലേ എന്ന് ആസ്ത അവനോട് ചോദിക്കുന്നു. ഇല്ല, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ഗോൾഡൻ ഡൗണിന്റെ ഒരു പ്രധാനപ്പെട്ട മെമ്പർ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴാണ് അങ്ങോട്ടൊരാൾ വരുന്നത്. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? മൈ ബ്രദർ, ഒരുപാട് നാളായല്ലോ നിന്നെ കണ്ടിട്ട്. ഇവിടെ വെച്ച് കാണാൻ പറ്റുമോന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ലാംഗ്രീസ് എന്ന് പറഞ്ഞ് ഫിൻഡ്രലും അവനെ വിളിക്കുന്നു. ശരിയായിട്ടൊന്ന് ഫൈറ്റ് ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരു കുടുംബത്തിലെ കറുത്ത ആടുകളായിട്ടുള്ള നിങ്ങൾ എന്താ ഈ യുദ്ധക്കളത്തിൽ ചെയ്യുന്നേ? ഫിൻഡ്രൽ, ആരായിവൻ എന്ന് ചോദിക്കാണ് ആസ്ത. എന്റെ അനിയനാ, ഗോൾഡൻ ഡൗൺ വൈസ് ക്യാപ്റ്റൻ ലാംഗ്രീസ് വൈഡ്. ഇത് കേട്ട് ആസ്തയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നീ ഇപ്പോഴും ബ്ലാക്ക് ബുള്ളിന്റെ ജസ്റ്റ് ഒരു മെമ്പർ മാത്രമാണോ? നിന്നെ പോലെ ഒരുത്തനെ വൈഡ് കുടുംബത്തിന്റെ പാരമ്പര്യം പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇത് കേട്ട് ആസ്തയ്ക്ക് അങ്ങനെ പിടിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഫിൻഡ്രൽ ശരിക്കും വേറെ ലെവലാണ്. ഞങ്ങളുടെ കഴിഞ്ഞ മിഷനിൽ ഫിൻഡ്രലിന്റെ സ്പെഷ്യൽ മാജിക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വിജയിച്ചത്. വാവ്, അവന്റെ പവർ കൊണ്ട് ഒരിക്കലെങ്കിലും ഉപകാരം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് അവനെ വീണ്ടും കളിയാക്കാണ് ലാംഗ്രീസ്. ഇത് നിങ്ങളുടെ ചേട്ടനല്ലേ, നിങ്ങൾക്ക് ഇവരെ കുറച്ചെങ്കിലും ബഹുമാനിച്ചൂടെ എന്ന് വിളിച്ചു ചോദിക്കുകയാണ് ആസ്ത. ഗോൾഡൻ ഡൗണിന്റെ വൈസ് ക്യാപ്റ്റനോട് നീ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് ആദ്യം നീ ശ്രദ്ധിക്കുക. ഇത് കേട്ട് വീണ്ടും അവനോട് തർക്കിക്കാൻ നിൽക്കുവാണ് ആസ്ത. വിട്ടുകള ആസ്ത, അവൻ പറഞ്ഞതും ശരിയല്ലേ? എന്നെ കൊണ്ടും വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ. അപ്പൊ നീ തന്നെ അത് സമ്മതിച്ചല്ലേ?
ഇവിടെയുള്ള ശത്രുക്കളെല്ലാം ഞങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. ക്യാപ്റ്റന്റെ വേൾഡ് ട്രീ മാജിക് ഉപയോഗിച്ച് ബാക്കി ഉണ്ടായിരുന്നവരെയും പിടിച്ചു വെച്ചു. ഇനി ബ്ലാക്ക് ബുൾസിന് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അത് വിട്. പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. എന്നു മുതലാ കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥലമായിട്ട് ബ്ലാക്ക് ബുൾ മാറിയത്? ഇവരെ നോക്കുന്നത് നീയാണോ എന്ന് ചോദിച്ച് കളിയാക്കുവാണ് ലാംഗ്രീസ്. സോ തങ്ങളെ കുട്ടികളെന്ന് വിളിച്ചത് ആസ്തയ്ക്കും ചാർമിനും അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഹേയ്, നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ ഫ്രണ്ട്സിനെ പറഞ്ഞാ ഞാൻ പിന്നെ നോക്കി നിൽക്കില്ല എന്ന് വിളിച്ചു പറയുവാണ് ഫിൻഡ്രൽ. വാവ്, നിന്റെ ഉള്ളിൽ ഇതുപോലൊരു മുഖം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് ലാംഗ്രീസ് പറയുന്ന സമയത്താണ് ആരോ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പെട്ടെന്ന് തന്നെ ലാംഗ്രീസ് അത് തടയുന്നു. സോ ഡയമണ്ട് കിങ്ഡത്തിന്റെ പ്രധാന മെമ്പേഴ്സിൽ ഒരാളായിട്ടുള്ള യാഗോസ് ആയിരുന്നു അത്. തന്റെ സ്ലൈം മാജിക് ഉപയോഗിച്ച് അവിടെയുള്ള ജനങ്ങളെയും കൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ് യാഗോസ്. അവനെ തടയാൻ ഇവരുടെ കയ്യിലുള്ള മാജിക് പവർ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ജനങ്ങൾക്കും പരുക്ക് പറ്റുമെന്നുള്ള കാര്യം അവന് നന്നായിട്ട് അറിയാം. സോ ജനങ്ങളെ ഒരു ഷീൽഡാക്കി വെച്ച് അവൻ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതെനിക്കൊരു പ്രശ്നമല്ല, ഒരു രാജ്യത്തിന് വേണ്ടി കുറച്ചു പേരെ സാക്രിഫൈസ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് ലാംഗ്രീസ് അവന്റെ മാജിക് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹേയ് വേണ്ട, ഒരു മാജിക് നൈറ്റ് ആയിട്ടുള്ള നിന്നെ കൊണ്ട് എങ്ങനെയാ ജനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നേ? ഇതെങ്ങനെ ചെയ്യണോന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ചാർമിൻ, ഫിൻഡ്രൽ, തയ്യാറാവ്, ഇത് കാണിയുനോ എന്ന് വിളിച്ചു പറയാണ് ആസ്ത. പെട്ടെന്നാണ് ചാർമിന്റെ കോട്ടൺ ക്രിയേഷൻ മാജിക് ഉപയോഗിച്ച് അങ്ങോട്ടൊരു ഷീപ്പിനെ കൊണ്ടുവരുന്നത്. അതിൽ ബൗൺസ് ചെയ്ത് വളരെ വേഗത്തിൽ ആസ്ത യാഗോസിന്റെ അടുത്തോട്ട് പോകുന്നു. ഇതുകൊണ്ടൊന്നും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആസ്തയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ് അവൻ. പെട്ടെന്നാണ് ഫിൻഡ്രൽ തന്റെ സ്പെഷ്യൽ മാജിക് ഉപയോഗിച്ച് ആസ്തയെ അവിടെ നിന്നും മാറ്റുന്നത്. ഇതേസമയം മറ്റൊരു ഭാഗത്ത് ഓപ്പണായ പോർട്ടലിലൂടെ തന്റെ സ്വോർഡും കടിച്ചു പിടിച്ച് അവന്റെ അടുത്തോട്ട് പോവാണ് ആസ്ത. ഇത് കണ്ട് എല്ലാവരും അവനെ തന്നെ നോക്കുന്നു. കടിച്ചു പിടിച്ച് തന്റെ സ്വോർഡുമായിട്ട് ആസ്ത ആ സ്ലൈം അങ്ങ് കട്ട് ചെയ്യുന്നു. ഇല്ല, ഇവനെ പോലെ ഒരുത്തൻ എന്റെ മാജിക് എങ്ങനെ ഇല്ലാതാക്കാൻ സാധിച്ചു? നീ എന്താ ചെയ്തേ എന്ന് ചോദിച്ച് ആസ്തയെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ് അവൻ. പെട്ടെന്ന് തന്നെ ഫിൻഡ്രൽ അവൻ അവിടെ നിന്നും മാറ്റി മറ്റൊരു ഭാഗത്തുകൂടെ പറഞ്ഞു വിടുന്നു. ആസ്തയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ലാഗസിനെ ഒറ്റയിടി ഇടിക്കുകയാണ് ആസ്ത. തെറിച്ചുപോയൊരു ഭിത്തിയിൽ സ്റ്റിക്കർ ആയിട്ട് അവൻ അവിടെ കിടക്കുന്നു. പെട്ടെന്നാണ് താഴെ വീഴാൻ പോകുന്ന ആസ്തയെ തന്റെ വിൻഡ് മാജിക് ഉപയോഗിച്ച് യൂനോ പ്രൊട്ടക്ട് ചെയ്യുന്നത്. താങ്ക്സ് യൂനോ. ഹേയ്, അതൊന്നും കുഴപ്പമില്ല, നീ നന്നായിട്ട് എന്നെ ഫൈറ്റ് ചെയ്തു ആസ്ത എന്ന് പറഞ്ഞ് പുഞ്ചിരിക്കുകയാണ് യൂനോ. ഹേയ് ലാംഗ്രീസ്, നിനക്ക് ഇപ്പൊ മനസ്സിലായോ ഗോൾഡൻ ടൗണിനേക്കാൾ എത്രത്തോളം പവർഫുൾ ആണ് ഞങ്ങളുടെ ബ്ലാക്ക് ബുൾസ് എന്ന്? ഇത് കണ്ട് ലാംഗ്രീസ് ഒന്നും തന്നെ മിണ്ടുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് വില്യമിന്റെ മാസ്ക് ഊരാൻ പറയുന്ന ക്യാപ്റ്റൻ യാമിനെയാണ്. നീ ഇതെന്തുകൊണ്ടാ എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും ആ ലിറ്റും തമ്മി എന്തെങ്കിലും ബന്ധമുണ്ടെന്നാണോ നീ ആലോചിക്കുന്നേ എന്ന് ചോദിക്കുകയാണ് വില്യം. അതെ, ഇവൻ കണ്ടുപിടിച്ചു. ഇവന്റെയും ആ ലിറ്റിന്റെയും കീ ഏകദേശം സെയിം ആണ്. നമ്മൾ കണ്ടുമുട്ടിയിട്ട് 10 വർഷത്തിൽ കൂടുതലായി. പല സാഹചര്യങ്ങളിലും നമ്മൾ ക്യാപ്റ്റൻസ് തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എനിക്ക് നിന്നെ അത്രയ്ക്ക് അടുത്ത് അറിയില്ല. അതുകൊണ്ട് നിന്റെ ആ മറഞ്ഞിരിക്കുന്ന മുഖം എനിക്ക് കാണണം. സോ വില്യമിന്റെയും ലിച്ചിന്റെയും മാജിക് എനർജിയും വോയിസും അവരുടെ ഹെയർ കളറും വരെ സെയിം ആണ്. അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ക്യാപ്റ്റൻ യാമിയുടെ സംശയം. ഓക്കെ, വെരി വെൽ എന്ന് പറഞ്ഞ് വില്യം തന്റെ മാസ്ക് അങ്ങ് മാറ്റുന്നു. അവന്റെ ഫേസ് കണ്ട് ക്യാപ്റ്റൻ അവനെ തന്നെ നോക്കുന്ന സമയത്താണ് അവരുടെ മുഖത്തിന്റെ പാതിയും ഒരു പ്രത്യേക തരം തഴമ്പുണ്ട്. നിന്റെ ഫേസിന് ഇത് എന്തു പറ്റി? ഏതെങ്കിലും മിഷനിടെ സംഭവിച്ചതാണോ? അല്ല, ഈ മാർക്സ് എനിക്ക് ജനിക്കുമ്പോ തന്നെ ഉണ്ട്. മാജിക് ഉപയോഗിച്ച് ഇത് ഹീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് കാരണം മറ്റുള്ളവർ എന്നെ കണ്ട് പേടിക്കുമായിരുന്നു. ഒരു നോബിൾമാന്റെ ജാരസന്തതി എന്ന നിലയിൽ 8 വയസ്സുവരെ 4 സെക്കൻഡ് റിയൽമിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം ആ നോബിൾമാന്റെ അനന്തരാവകാശി മരിച്ച സമയത്ത് എന്നെ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ എന്റെ മാജിക് പവർ വളരെയധികം പവർഫുൾ ആയിരുന്നു. എന്റെ വേൾഡ് ഡ്രീം മാജിക് അതെപ്പോഴും എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു. എന്നാൽ അവിടെയും ഒരു പ്രശ്നമായിട്ട് വന്നത് എന്റെ ഈ മുഖമായിരുന്നു. ഞാൻ വളരെ വിയേഡാണെന്ന് പറഞ്ഞ് അവരെന്നും എന്നെ ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കാട്ടിൽ മരങ്ങളെല്ലാം വളർത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജൂലിയസ് അവനെ കാണുന്നത്. ഹേയ്, നിന്റെ മാജിക് പവർ ശരിക്കും വേറെ ലെവലാണല്ലോ. നിനക്ക് മാജിക് നൈറ്റിൽ ചേർന്നൂടെ? മാജിക് നൈറ്റോ? ഇല്ല, എന്റെ ഫേസ് നോക്ക്. എനിക്കൊരു മാജിക് നൈറ്റ് ആവാനുള്ള യോഗ്യതയില്ല. ഹേയ്, ഇതൊന്നും വലിയ കാര്യമല്ല. പക്ഷെ ഇത് നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു സാധനം തരാം എന്ന് പറഞ്ഞ് ജൂലിയസ് അവനൊരു മാസ്ക് സമ്മാനിക്കുന്നു. വളരെ ആകാംക്ഷയോടെ ആ മാസ്ക് അവന് നേരെ നീട്ടിയ ജൂലിയസിന്റെ മുഖത്ത് നോക്കി പറയുവാണ്, ഇത് കൊള്ളത്തില്ല. ഇത് കേട്ടതും അവൻ ആകെ അങ്ങ് ഇല്ലാണ്ടാവുന്നു. പക്ഷേ ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു. അവർക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് ഞാൻ അന്ന് പ്രതിജ്ഞ ചെയ്തു എന്ന് പറയുവാണ് വില്യം. ഈ കഥ ഞാൻ മുൻപേ തന്നെ കേട്ടിട്ടുണ്ട്. പിന്നെ നീ പറയുന്നതൊന്നും കള്ളമല്ലെന്ന് നിന്റെ കീ എന്നോട് പറയുന്നുണ്ട് എന്ന് ക്യാപ്റ്റൻ യാമിയും അവനോട് പറയുന്നു. സോ വില്യമിനെ ലിച്ചുമായിട്ടൊരു സാദൃശ്യം തോന്നിയത് ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് മാത്രമാണെന്ന് മനസ്സിലാവുകയാണ് ക്യാപ്റ്റന്. ഞാൻ നിന്നെ വെറുതെ സംശയിച്ചതിന് നീ എന്നോട് ക്ഷമിക്കുക. ഇല്ല, ഞാൻ ആരാണെന്നും എന്റെ ഉള്ളിൽ എന്താണെന്നും അറിയിക്കാൻ സാധിച്ചതിൽ ഞാൻ നിന്നോട് വേണം നന്ദി പറയാൻ. താങ്ക് യു യാമി. ക്യാപ്റ്റൻ വാഞ്ചൻസ്
ഡയമണ്ട് കിങ്ഡത്തിലെ എല്ലാവരെയും ഞങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ നൈസ്. ആളുകൾക്ക് എന്തൊക്കെ സഹായം വേണോ എന്ന് നോക്കി അതെല്ലാം ചെയ്തു കൊടുക്കണം. പരിക്ക് പറ്റിയവരെ പെട്ടെന്ന് എന്നെ റിക്കവർ ചെയ്യാൻ ശ്രമിക്കണം എന്ന് ക്യാപ്റ്റനും വിളിച്ച് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് യൂനോയോട് ബായ് പറഞ്ഞ് അവിടെ നിന്നും പോവാൻ നിൽക്കുന്ന ആസ്തേനെയും ഫിൻഡലിനെയാണ്. യൂനോട് പേഴ്സണലി യാത്ര പറയാൻ വേണ്ടി ചാർമിൻ അവന്റെ അടുത്തോട്ട് ചെല്ലുന്നു. എന്റെ യൂനോയുടെ അടുത്തോട്ട് ഇത്രയും വരേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് മാറി നിൽക്കടി. അയ്യോ എന്റെ കണ്ണ്, ഇവളുടെ ചിറകിൽ ആ പൊടി എന്റെ കണ്ണിലോട്ടായി. മര്യാദയ്ക്ക് നിർത്തുന്നതാ നിനക്ക് നല്ലത് എന്നും പറഞ്ഞ് ചാർമിൻ ഒരു വല വെച്ച് അവളെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിന്നെ പിടിച്ച് ഞാൻ ഫ്രൈ ചെയ്യോടി എന്നും പറഞ്ഞ് അവളുടെ പുറകെ ഓടുന്ന ചാർമിനെ പെട്ടെന്ന് എന്നെ ഫിൻഡൽ പിടിക്കുന്നു. അടുത്ത പ്രാവശ്യം ഞാൻ നിന്നെ വെറുതെ വിടില്ലടി എന്നും വിളിച്ച് പറയുവാണ് ചാർമിൻ. ഇവരെ പോലെയുള്ളവരെയാണോ നീ ഫ്രണ്ടായിട്ട് കാണുന്നേ? ഇനിയെങ്കിലും ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ചൂസ് ചെയ്യേ. അവരെ പോലെയുള്ളവരുടെ കൂടെ ഇരിക്കാൻ നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുവാണ് ലാംഗ്രീസ്. നിനക്ക് അവൻ ആരാണെന്ന് അറിയില്ല. ആസ്തയെ പറ്റി ആലോചിച്ച് ഞാൻ ഒരുപാടധികം പ്രൗഡാണ്. ബിക്കോസ് അവൻ എന്റെ എതിരാളിയാണ്. എന്ത് എതിരാളിയോ? അവനോ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്തിനോ മത്സരിക്കുവാണെന്ന് തോന്നുന്നു. അപ്പോഴാണ് നമ്മൾ ആസ്തയെ കാണുന്നത്. എന്നെങ്കിലും മറ്റൊരു ബാറ്റിൽ ഫീൽഡിൽ ഞാൻ അവനെ കാണും. എല്ലാത്തിനും ഉപരി ഞാനും അവനും ലക്ഷ്യമിടുന്നത് വിസാർഡ് കിങ് ആവാനാണ്. വിസാർഡ് കിങ്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ലജ്ജ തോന്നില്ലേ? മേ ബി നിങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് അത് തോന്നില്ലായിരിക്കാം. ഒരു സാധാരണക്കാരനിൽ ഗ്രേറ്റ് ആയിട്ടുള്ളത് ആരാണെന്ന് നോക്കിയിട്ടായിരിക്കും ആ 4 ലീവ്സ് ക്ലോവർ നിന്നെ തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞ് യൂനോയെയും കളിയാക്കുവാണ് ലാംഗ്രീസ്. ഇത് കേട്ട് ബെല്ലിന് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഒരു സാധാരണക്കാരന് വിസാർഡ് കിങ് ആവാൻ പറ്റില്ലെന്നുള്ള നിയമമൊന്നും ഇല്ല ഇവിടെ. അതുകൊണ്ട് ആദ്യം ഞാൻ ഗോൾഡൻ ടൗണിന്റെ ക്യാപ്റ്റനായിട്ട് മാറും. ഓ, അപ്പോ വൈസ് ക്യാപ്റ്റന്റെ സ്ഥാനം വേണ്ടേ നിനക്ക് എന്ന് ലാംഗ്രീസ് അവനോട് ചോദിക്കുന്നു. അപ്പോഴാണ് എന്തോ കാര്യം പറയാൻ വേണ്ടി ലൂണർസ് അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ടതും അവർ രണ്ടുപേരും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വിസാർഡ് കിങ്ങിനെയും മാർക്സിനെയാണ്. അവിടെ നടന്ന കാര്യത്തെപ്പറ്റി മാർക്സ് വിസാർഡ് കിങ്ങിനെ വിശദീകരിച്ചു കൊടുക്കുന്നു. ഡയമണ്ട് കിങ്ഡത്തിലെ എല്ലാവരും അവിടെ നിന്ന് പോയതുകൊണ്ട് പരിക്ക് പറ്റിയ ജനങ്ങളെയും വീട് നഷ്ടപ്പെട്ടവരെയും സേഫ് ആക്കാൻ വിസാർഡ് കിങ് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഡയമണ്ട് കിങ്ഡത്തിന്റെ കൊട്ടാരമാണ്. ക്ലോവർ കിങ്ഡത്തെ ഇല്ലാതാക്കാൻ ഒരു പുതിയ ഗ്രൂപ്പിനെ തയ്യാറാക്കുവാണ് അവർ. പഴയ കാലത്തെ തകർന്നു കിടക്കുന്ന ജനറൽസിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരിക്കാം. എന്നാൽ ഞങ്ങളിപ്പോ മാജിക് നൈറ്റ്സിന്റെ ജനറൽമാരുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടും.